Hello my dear students, welcome to my channel Teacher at Home. Today class we are going to learn the 6th chapter, that is the biology of movement. So two persons, they are asking each other, why not playing? I can play not only football but cricket, but I need a computer. That is, he is feeling tired. അപ്പോൾ ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണമാണ്. അതിലൊരാൾ പറയുക, ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കാം, പക്ഷെ അത് കമ്പ്യൂട്ടറിൽ കൂടെ മാത്രമേ എനിക്ക് കളിക്കാൻ പറ്റുള്ളൂ, പ്ലേ ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റില്ല. What is the benefit of playing in the ground? എന്താണ്, നല്ലോണം കളിച്ചു കഴിഞ്ഞാൽ നല്ല കളിക്കാൻ തന്നെ എനർജി ആവശ്യമുണ്ട് അല്ലേ? പിന്നെ മസിൽസിനൊക്കെ ഒരു മൂവ്മെന്റ് കിട്ടും. പിന്നെന്താണ്, ധാരാളം ഇത് കൂടുതൽ കളിച്ചവരൊക്കെ എങ്ങനെ ഉണ്ടാവുക, വിയർത്ത് ഒലിച്ചിട്ടുണ്ടാവും. Sports that resort to exercise are more beneficial to health, aren't they? Importance of exercise. Increases blood circulation. അപ്പൊ എക്സസൈസ് കൊണ്ട് എന്തൊക്കെയാ പ്രയോജനം? ബ്ലഡ് സർക്കുലേഷൻ കൂടും. പിന്നെ throughout the body. Cardiac muscles become strong. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ഓക്സിജൻ പമ്പിങ്ങും ഹാർട്ട് മസിൽസും അല്ലെ, കാർഡിയാക് മസിൽസ് ഒക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും. എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന, ലങ്സിൽ നടക്കുന്ന റെസ്പിറേഷൻ അല്ലെ, അത് മോർ എഫക്റ്റീവ് ആവും. വൈറ്റൽ കപ്പാസിറ്റി, കൺസംപ്ഷൻസ് ഓഫ് ഓക്സിജൻ ഇൻക്രീസസ്. Stored fat is broken down and thereby obesity is reduced. അതായത് നമ്മുടെ ദേഹത്ത് കുറച്ച് ഫാറ്റ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ, even though if you are not taking food, that fat will be broken down through the obesity and get reduced അല്ലെ. ഈ തടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. Sweats more, so more waste is eliminated through sweat. വേർപ്പിലൂടെ ധാരാളം വേസ്റ്റ് നമുക്ക് ദേഹത്തിൽ നിന്ന് കളയാൻ പറ്റും. More capillaries are formed in muscles അല്ലെ, മസിൽസിൽ എന്ത് ധാരാളം കാപ്പിലറീസ്, ബ്ലഡ് ട്യൂബ്സ് കാണാം. ഇൻക്രീസസ് ദ എഫിഷ്യൻസി, മസിൽസിന്റെ സ്ട്രെങ്ത്തും കൂട്ടും ഇങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോൾ. ഹാവ് യു റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എക്സസൈസ്? ഡു യു എക്സസൈസ്? നിങ്ങളൊക്കെ എല്ലാവരും എക്സസൈസ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കളിയിലൊക്കെ ഏർപ്പെടാറുണ്ടോ? എക്സസൈസ് റെഡ്യൂസസ് മെന്റൽ സ്ട്രെസ് ആൻഡ് ഹെൽപ്സ് ടു വർക്ക് എനർജറ്റിക്കലി. അതായത് നമ്മളെല്ലാവരും സ്ട്രെസ്സും ടെൻഷനും എല്ലാം ഫേസ് ചെയ്യണവരാണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ എക്സസൈസിലൂടെ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനും പിന്നെന്താണ്, എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാനും പറ്റും. ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്. ബോഡി മൂവ്മെന്റ്സ് ആർ എനേബിൾഡ് ബൈ മസിൽസ് അല്ലെ. മൂവ്മെന്റ് എങ്ങനെ നമ്മൾ സഹായിക്കുന്നത് എങ്ങനെയാണ്? മസിൽസിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് മൂവ്മെന്റ് പോസിബിൾ ആവുന്നത്. ലിസ്റ്റ് ഔട്ട് അവർ ബോഡി മൂവ്മെന്റ്സ്. ഏതൊക്കെയാണ്? ഹാൻഡ് മൂവ്മെന്റ് ഉണ്ട്, പിന്നെ ഹാർട്ട് ബീറ്റ്, മൂവ്മെന്റ് ഓഫ് ദ ടങ് അല്ലെ. ഏതൊക്കെ തരം മൂവ്മെന്റുകളാണ്? എല്ലാം, ഹാൻഡ്, ലെഗ്, പിന്നെന്താ ഹാർട്ട് ബീറ്റ് മൂവ് ചെയ്യുന്നുണ്ട്, മൂവ്മെന്റ് ഓഫ് ദ ടങ്. അക്കോർഡിംഗ് ടു അവർ വിൽ ബോഡി മൂവ്മെന്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. ഏതൊക്കെയാ? ദോസ് കൺട്രോൾഡ് ബൈ, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചും, ആൻഡ് ദോസ് വിച്ച് കനോട്ട്. ദ മൂവ്മെന്റ്സ് വിച്ച് കൺട്രോൾഡ് ബൈ അവർ വിൽ, നമ്മുടെ വില്ല് അനുസരിച്ചിട്ട് മൂവ്മെന്റിനെയാണ് വോളണ്ടറി മൂവ്മെന്റ് എന്നും, മൂവ്മെന്റ് വിച്ച് കനോട്ട് ബി കൺട്രോൾഡ്, നമ്മുടെ ഇഷ്ടപ്രകാരമല്ലാത്തതിനെ ഇൻവോളണ്ടറി മൂവ്മെന്റ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. ദോസ് ആൻഡ് ദ വോളണ്ടറി മൂവ്മെന്റ്. വോളണ്ടറി മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഹാൻഡ്, ലെഗ്, ടങ്, ഇതൊക്കെ മൂവ് ചെയ്യണത് എങ്ങനെയാണ്? വോളണ്ടറി മൂവ്മെന്റ് ആണ്. ഇൻവോളണ്ടറി ആണെങ്കിലോ, നമ്മുടെ അകത്ത് നടക്കുന്ന ഹാർട്ട് ബീറ്റ് അല്ലെ, ബ്ലഡ് സർക്കുലേഷൻ, പിന്നെ ഓക്സിജൻ പമ്പിങ്, പിന്നെന്താണ് അങ്ങനെ കാർഡിയാക് മസിൽസിന്റെ മൂവ്മെന്റ്, ഇതൊക്കെ ഇൻവോളണ്ടറി മൂവ്മെന്റ് ആണ്. ടൈപ്പ് ഓഫ് മസിൽസ്. ഏതൊക്കെയാ ടൈപ്പ് ഓഫ് മസിൽസ്? ബോഡി ഈസ് മെയ്ഡ്, നമ്മുടെ ദേഹം പലതരം മസിൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്. അനലൈസ് ദ ടേബിൾ ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ ആദ്യത്തെ ഏതാ? സ്കെൽറ്റൽ മസിൽ, സ്ട്രയാറ്റഡ് മസിൽ. സ്കെൽറ്റൽ മസിലിനെ സ്ട്രയാറ്റഡ് മസിൽസ് എന്നും, സ്മൂത്ത് മസിൽസിനെ നോൺ സ്ട്രയാറ്റഡ് മസിൽ എന്നും, കാർഡിയാക് മസിൽ എന്നും മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക് ഓഫ് മസിൽ സെൽസ്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താ? സ്കെൽറ്റൽ മസിൽസിന്റെ ആണ് സീൻ അറ്റാക്ക് ടു ബോൺസ്. ബോൺസിന്റെ അടുത്താണ് സ്കെൽറ്റൽ മസിൽ കാണുന്നത്. സിലിണ്ടറിക്കൽ സെൽസ്. ഡാർക്ക് ആൻഡ് ലൈറ്റ് സ്ട്രയേഷൻസ് ആർ സീൻ. മേക്ക് വോളണ്ടറി മൂവ്മെന്റ്സ് പോസിബിൾ. അപ്പൊ മസിൽസ് അല്ലെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ? സ്കെലറ്റല്, സ്മൂത്തും കാർഡിയാക്കും. സ്കെൽറ്റൽ എന്ന് പറയുമ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മസിൽ സെൽസ്, ബോൺസിന്റെ അടുത്തായിട്ടാണ് കാണുന്നത്. പിന്നെ സിലിണ്ടറിക്കൽ സെൽസ് ആണ്. ഡാർക്ക് ആൻഡ് ലൈറ്റ് സ്ട്രയേഷൻസ് ആർ സീൻ അല്ലെ, ഡാർക്കും ലൈറ്റും സ്ട്രയേഷൻസ് ആർ സീൻ. മേക്ക് വോളണ്ടറി മൂവ്മെന്റ്സ് പോസിബിൾ. വോളണ്ടറി ആയിട്ട് നമുക്ക് മൂവ്മെന്റ്സ് പോസിബിൾ ആവും. സീൻ ഇൻ ഇന്റേണൽ ഓർഗാൻസ് ലൈക്ക് ദ സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ഇൻ ബ്ലഡ് വെസൽസ്. എന്തിലൊക്കെയാ കാണുന്നത്?
സ്റ്റൊമക്കിൽ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ, പിന്നെ ബ്ലഡ് വെസൽസിലൊക്കെയാണ് കാണുന്നത്. സ്പിൻഡിൽ ഷേപ്ഡ് ആണ്. നോ സ്ട്രയേഷൻസ്. മേക്ക് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് പോസിബിൾ. അപ്പൊ സ്കെൽറ്റൽ മസിൽ ബോൺസിന്റെ അടുത്തായിട്ട് കാണുന്നു. സിലിണ്ട്രിക്കൽ ആണ്. ദ ഷേപ്പ് ഈസ് സിലിണ്ട്രിക്കൽ. ഡാർക്ക് ആൻഡ് ലൈറ്റ് സ്ട്രയേഷൻസ് എന്ന് പറയുന്നത് വരകൾ കണ്ടില്ലേ, ഡാർക്കും ലൈറ്റും ആയിട്ടുള്ള വരകൾ കാണും. മേക്ക് വോളണ്ടറി മൂവ്മെന്റ്സ് പോസിബിൾ അല്ലെ, വോളണ്ടറി നമുക്ക് ഇഷ്ടപ്രകാരമുള്ള മൂവ്മെന്റ്സ് ആണ് പോസിബിൾ ആക്കുന്നത്. ഇന്റേണൽ ഓർഗാൻസ് ഏതിലെയാ? സ്മൂത്ത് മസിലാണ്. അപ്പൊ ഏതിലൊക്കെയാണ്? സ്റ്റൊമക്കില്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെ, സ്മൂത്ത് ആയിട്ടുള്ളത് സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ബ്ലഡ് വെസൽസിലൊക്കെയാണ് കാണപ്പെടുന്നത്. സ്പിൻഡിൽ ഷേപ്ഡ്, ഇത് കണ്ടില്ലേ ഇങ്ങനെ ഒന്നിന്റെ മേലെ ഒന്നായിട്ട് സ്പിൻഡിൽ ഷേപ്ഡ്. നോ സ്ട്രയേഷൻ. ഇതുപോലെ സ്ട്രയേഷൻ ഉണ്ടോ? ഇല്ല. മേക്ക് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് പോസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇത് ഇൻസൈഡിലാണ് കാണുന്നതെന്ന്. ഇന്റേണൽ ഓർഗാൻസ്. കാർഡിയാക് മസിൽസ് സീൻ ഓൺ ദ വാൾസ്. കാർഡിയാക് ആ പേരിൽ തന്നെ ഉണ്ട്, ഹാർട്ടിലാണ് കാണുന്നത്. ബ്രാഞ്ച്ഡ് സെൽസ് ആണ് അല്ലെ, ശാഖകൾ പോലെ കാണുന്നില്ലേ. സ്ട്രയേഷൻസ് എന്ന് പറഞ്ഞ വരകള് കാണുന്നുണ്ട്. മേക്ക് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്. ഇൻവോളണ്ടറി അല്ലെ, ഹാർട്ടിലൊക്കെ ആണെങ്കിൽ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ആണ് പോസിബിൾ ആക്കുക. While engaging in physical activities, the muscles have to undergo continuous contraction and relaxation. It need energy. അപ്പൊ ഫിസിക്കൽ ആക്ടിവിറ്റി സംഭവത്തിൽ എന്താണ്? കോൺട്രാക്ഷനും റിലാക്സേഷനും ഒക്കെ നടക്കുമ്പോൾ എന്താണ്? എനർജി ആവശ്യമാണ് അല്ലെ. ഈ എനർജി എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്? ഗ്ലൂക്കോസ് എന്നും ഓക്സിജനിൽ നിന്നുമൊക്കെയാണ് നമുക്ക് എനർജി കിട്ടുന്നത്. മസിൽ ഫാറ്റിഗ്. When we engage in continuous and strenuous exercise, if sufficient oxygen is not available, നമ്മൾ കണ്ടമാനം എക്സസൈസിലൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ, അതികഠിനമായ എക്സസൈസിൽ ഏർപ്പെടുകയാണെങ്കിൽ എന്താ? ഓക്സിജൻ അത്രമാത്രം ലഭ്യത ഉണ്ടാവില്ല അല്ലെ. ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ഇൻ ദ മസിൽസ് ത്രൂ അനറോബിക് റെസ്പിറേഷൻ. ലാക്റ്റിക് ആസിഡ് എന്ത് ചെയ്യും? അക്യുമുലേറ്റ്, മസിൽസിൽ ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യും ത്രൂ അനറോബിക് റെസ്പിറേഷൻ. This increases acidity in the muscles, which in turn slows down the action of many enzymes. ഇത് എന്തുണ്ടാക്കും? This increases acidity അല്ലെ, increase acidity in muscles, which in turn slows down the action of many enzymes associated with muscle contraction. Acidity ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? slows down the action of enzymes ന്റെ പ്രവർത്തികൾ തന്നെ നഷ്ടപ്പെടുത്തും. As a result, muscle get exhausted and temporarily lose the power of contraction. കോൺട്രാക്ട് ചെയ്യാനുള്ള കഴിവ് തന്നെ മസിൽസ് നഷ്ടപ്പെടും. This condition it is known as muscle fatigue. On taking rest, lactic acid dispersed from the muscle and they regain the capacity for contraction. അതായത് ഇങ്ങനെ അതികഠിനമായ എക്സസൈസ് ചെയ്യുമ്പോഴെന്താണ്? നമുക്ക് ഓക്സിജൻ ഒന്നും ലഭ്യമല്ലാതെ ലാക്റ്റിക് ആസിഡ് അല്ലെ, അതൊന്ന് നമ്മുടെ ഈ മസിൽസിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? This increases acidity in the muscles അല്ലെ. ആസിഡ്, ലാക്റ്റിക് ആസിഡ് ഇറ്റ് ഇസ് ആൻ ആസിഡ് ടൈപ്പ്. സോ അസിഡിറ്റി ക്രിയേറ്റ് ചെയ്യും മസിൽസിലൊക്കെ. അപ്പൊ നമുക്ക് വേദനയും കടച്ചിലും ഒക്കെ ഉണ്ടാവും. ദ പവർ ഓഫ് കോൺട്രാക്ഷൻ തന്നെ പോസിബിൾ ആവില്ല. നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ ലാക്റ്റിക് ആസിഡ് എക്സ്പെൽഡ് ചെയ്യും അല്ലെ, ആൻഡ് റീഗെയിൻ കോൺട്രാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി റീഗെയിൻ ചെയ്യും. ബോൺസ് ആൻഡ് മൂവ്മെന്റ്സ്. ഇൻ വാട്ട് ഓൾ വേസ് ക്യാൻ യു മൂവ് യുവർ ഹാൻഡ്സ്? ഏതൊക്കെ വിധത്തിലാണ് നമുക്ക് ആക്സിയൽ സ്കെൽട്ടൻ, അപ്പൻഡിക്കുലർ സ്കെൽട്ടനും. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ് ആർ അഫക്റ്റഡ് ബൈ ദ കമ്പൈൻഡ് ആക്ഷൻ. പലതരം മൂവ്മെന്റ്സ് ബോൺസിന്റെയും മസിൽസിന്റെയും സഹായത്തോടു കൂടി നമുക്ക് പലതരം മൂവ്മെന്റ്സ് പോസിബിൾ ആണ്. The human skeleton system consists of 206 bones. നമ്മുടെ skeleton സിസ്റ്റത്തിൽ 206 bones ഉണ്ട്. Based on the position, the human can be divided into axial skeleton and appendicular skeleton. അപ്പൊ ഇതിൽ എന്താ നമ്മൾക്ക് ഈ പിക്ചറിൽ നിന്ന് എന്താ മനസ്സിലാവണേ? ആക്സിയലും അപ്പൻഡിക്കുലർ സ്കെൽട്ടനും അല്ലെ. അപ്പൊ സ്കള്ളിൽ എത്രണ്ണം ഉണ്ട്? സ്കെൽട്ടൻ പാർട്ട് സ്കള്ളിൽ 29. ദെൻ സ്റ്റേർണം 6, റിബ്സ് it is sternum 1, then ribs here this position, that is 12 into 2, 24 ribs are being there. Pectoral griddle, ഈ ഭാഗം, ഈ തോളുടെ ഈ ഭാഗം കണ്ടില്ലേ, പെക്ടോറൽ ഗ്രിഡിൽ, അത് 2 into 2 4. ബോൺസ് ഇൻ ദ ഫോർ ലിംബ്, കൈ മടക്കിന്റെ അവിടെയുള്ളത് 30 into 2 60. പെൽവിക് ഗ്രിഡിൽ, ദിസ് വൺ ഇടുപ്പെല്ല് 1 into 2 2. Vertebrae column 26. Bones in the hind limb, മുട്ടില് 30 into 2 60. So the total will be the 206 bones will be present in both axial and the appendicular skeleton.
Human skeleton, that is consisted of the 206 bones. അല്ലേ? നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നില്ലേ ഈ പിക്ചറിൽ കാണുന്ന ബോൺസ് ഇതാണ് നേരിട്ട് ഇവിടേക്ക് എടുത്തെഴുതുന്നുണ്ട്. ആക്സിയൽ ബോൺസ് 80 ഉണ്ട്. സ്കെൽട്ടൺ ആണെങ്കിലോ ആക്സിയൽ കഴിഞ്ഞ് പിന്നെ എന്താ അപ്പൻഡിക്കുലർ സ്കെൽട്ടൺ അല്ലെ, അത് എത്രയാ ഉള്ളത്? അത് 126. So the total will be 206. That axial it is again be split into skull. Skull we had told 29. Then sternum 1. അല്ലേ? അപ്പൊ ആക്സിയൽ ഏതൊക്കെയുള്ള സ്കള്ള്, സ്റ്റെർണം, റിബ്സ്, വെർട്ടിബ്രൽ കോളം. പിന്നെ അപ്പൻഡിക്കുലർ ആണെങ്കിലോ പെക്ടോറൽ, ബോൺസ് ഇൻ ദ ഫോർലിംബ്, പെൽവിക് ആൻഡ് ബോൺസ് ഇൻ ദ ഹിൻഡ് ലിംബ്. അപ്പൊ ഇതിന്റെയൊക്കെ ടോട്ടൽ എഴുതുക. Let us examine how the combined action of bones and muscles facilitate a variety of movements. അല്ലെ, പലതരം മൂവ്മെന്റ്സ് ഒക്കെ എങ്ങനെയാണ് അത് പോസിബിൾ ആക്കുന്നത് എന്ന് നമുക്ക് ഈ പിക്ചറിൽ നിന്ന് മനസ്സിലായി. This easily by observing the movement of muscles and bones on the hand. നമ്മുടെ കയ്യിലുള്ള ബോൺസിന്റെ നോക്കിയിട്ടും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. See here, movement of the muscles in the forelimb. What is that? Extensor muscle relaxers അല്ലെ, നമ്മൾ കൈയൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ ഇതിനുള്ളിൽ എന്തൊക്കെയുള്ള മസിൽസ് ഉണ്ട്, ആ മസിൽസ് ആണ് നമ്മൾ റിലാക്സ് ചെയ്യാൻ, കോൺട്രാക്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്നത്. Then flexor, flexible ആയിട്ട് മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് അല്ലെ, flexor muscle contracts. Then it is the tendon. Indicators, relation between the muscles and the bones. Muscle which contracts on folding the forelimb, muscles which contract on extending the forelimb, relaxes on extending the forelimbs. Steroids, protector and villain. Chemicals known as steroids are prescribed as medicine for certain. അല്ലെ, ചില അസുഖങ്ങൾക്കൊക്കെ സ്റ്റീറോയിഡ് പ്രിസർവ് ചെയ്യാനുണ്ട്, പെട്ടെന്ന് അതിനൊന്ന് കുറവ് കിട്ടാനും അല്ലെ ഡിസീസിലൊന്ന് മാറ്റം കിട്ടാനൊക്കെ സ്റ്റീറോയിഡ്സ് ഡോക്ടർ സജസ്റ്റ് ചെയ്യാറുണ്ട്. Consumption of medicines as a prescription of doctor is a part. അപ്പം നമ്മൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം എടുക്കുകയാണെങ്കിൽ അത് it is good for health. But there has been news from the sports sector that the abuse of steroids by some sports star. അപ്പം ചില സ്പോർട്സ് സ്റ്റാർ ഒക്കെ steroids കണ്ടമാനം എടുക്കാറുണ്ട് അല്ലെ. The reason is that steroid enhances the production of energy. Steroidsന്റെ മെയിൻ ഇതെന്താണ്? It is to activate the muscles അല്ലെ, activate the muscles, thus they get energy. We forget that the unwise use of steroids for momentary achievements may lead to hypertension. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ steroid യൂസ് ചെയ്യുകയാണെങ്കിൽ it may lead to hypertension, cardiac problems, imbalance of sex hormones, etc. It is both an offense towards oneself and to the society. So it is harmful if it is not taken by under the prescription of the doctor. It will be harmful and create what all diseases it create: hypertension, then cardiac muscles. That is, the continuous means it has to do forceful exercise. അപ്പം എന്താണ്, ഹാർട്ട് മസിൽസിന് തന്നെ അത് ഡാമേജ് ചെയ്യും. പിന്നെ ഇംബാലൻസ് ഓഫ് ദ സെക്സ് ഹോർമോൺസ്. A movement is effective and complete when muscles work in unison with the bones. അപ്പോൾ ബോൺസുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടാണ് എപ്പോഴും മസിൽസ് വർക്ക് ചെയ്യാറ്. You have understood that in the forelimb, when one muscle contracts, other muscle അല്ലെ, ഒരു മസിൽ നമ്മൾ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് മറ്റേ മസിൽ എന്ത് ചെയ്യും? റിലാക്സ് ചെയ്യും. This pair of muscles which are opposite in action, അപ്പോൾ എപ്പോഴും രണ്ട് ആക്ഷൻസ് ആണ് അവിടെ നടക്കുന്നത്. That is called as antagonistic action. That is, one is for the contraction and another one is for relaxation. So what a type of action being performed? It is the antagonistic muscles. Action of antagonistic muscles is the basis of almost all movements of the body. Joints and movements. Joints are the meeting place of two bones. അപ്പോൾ joints എന്ന് പറയുന്നത് എന്താണ്? ഓരോ അല്ലെ രണ്ട് ബോൺസിന് തമ്മിലുള്ള മീറ്റ് ചെയ്യണ സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? joints എന്ന് പറയുക. They help in the movement of bones. അപ്പം ബോൺസിന്റെ എല്ലുകളുടെ മൂവ്മെന്റിനെ സഹായിക്കുന്നത് എന്താണ്? joints ആണ്. Without the joints we will not be able to move flexibly. Flexibility gives more flexibility to bones to move. The nature of movement varies with the nature of. അപ്പോൾ ജോയിൻസിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് മൂവ്മെന്റിന് വ്യത്യാസം ഉണ്ടാവും. പൈവറ്റ് ജോയിന്റ്, see here, അല്ലെ, കഴുത്ത് നമുക്ക് തിരിക്കാനൊക്കെ സഹായിക്കുന്നത് ഏതാണ്? It is with the help of the pivot joint. Then ball and socket joint. ഏതാണ്? ഷോൾഡറിലുള്ള ആ ജോയിന്റ് ആണ് ball and socket joint, which help to turn our that is we are able to flexibly move our hand. It is because of the ball and socket joint. Then next coming, it is a hinge. അല്ലെ, മുട്ടുകൾ, കൈമുട്ടും കാൽമുട്ടിലൊക്കെ എന്താണ്? hinge joint is there. Ball and socket, it is also formed in the
ഇടുപ്പിന്റെ ആ ഭാഗത്തുള്ള എല്ലിനെ നമ്മൾ എന്താ പറയാ ball and socket joint. Then the gliding joint, that is we are able to move. Why? It is because of the gliding joint that is present in our leg. Types of joints, characteristics and position in the body. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? Enables the movement in different directions. അപ്പോൾ which enables the movement in different directions ഏതൊക്കെയാണ്? അല്ലേ, കഴുത്തിലുള്ള pivot joint which enables the movement in different direction. That point where the first vertebra joins with the skull. സ്കള്ളും നട്ടലുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ജോയിന്റ് അതിനെയാണ് നമ്മൾ എന്ത് പറയാ? It is a pivot joint. Enables the movement in one direction. Hinge joint ഇല്ലേ, enables the movement in one direction. അതിൽ തന്നെ ഉണ്ട് അല്ലെ, hinge joint, elbow joint and knee joint. Ball and socket where we have it is in the shoulder, which helps to shoulder joint, hip joint ഒക്കെയാണ് in the ball and socket joint. പിന്നെ gliding joint, it is which allow gliding movement അല്ലെ, we are able to move, easily move. അതിൽ position in the body, angle. Let's examine how the structure of a joint it is adapted for the function. Analyze and write the notes. Okay. Bones. A typical joint. When we are taking a joint, ഒരു joint നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ പാർട്ട് ഇതാണ് bone. Then it is a synovial membrane which secretes the synovial fluid. അപ്പോൾ ഇത് ഫുള്ള് ഈ ബോണിന്റെ ഈ ഭാഗം മൊത്തം ജോയിന്റ്സിന്റെ ആ ഭാഗം മൊത്തം നിറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സൈനോവിയൽ ഫ്ലൂയിഡ് കൊണ്ടാണ് അത് നിറഞ്ഞിരിക്കുന്നത്. It functions as a lubricant between the bones. ബോൺസിന്റെ ഇടയിലുള്ള ഒരു ലൂബ്രിക്കന്റ് ആയിട്ട്, അല്ലെങ്കിൽ എന്താവും, ബോൺ തമ്മിൽ ഉരസിയിട്ട് നല്ലോണം പെയിൻ ഉണ്ടാവും. അപ്പൊ അതൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്തുള്ളത്? synovial fluid. It is being filled there, which acts as a lubricant. Then next is the capsule. The outer covering is the capsule which covers and protect the joint. ഈ jointനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്താണ്? capsule ആണ് അല്ലെ. Then that is the cartilage. It reduces the friction between the bones. അപ്പോൾ ബോൺസിന്റെ ഇടയിലുള്ള ഈ ഘർഷണം കുറയ്ക്കാനും പിന്നെ ഒരസൽ കുറയ്ക്കാനൊക്കെയാണ് എന്ത്? cartilage being present. Ligaments ensures the bones are not displaced and holds them in position. Role of synovial fluid and cartilage in the smooth functioning of joints. Function of the skeleton system are not limited in facilitating the movements. പിന്നെന്തിനാണ്? gives shape to the body. Then what all it functions? Give shape to the body, helps in hearing. അല്ലേ, സ്കെൽട്ടന്റെ മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ദ സ്കെൽട്ടൻ വിൽ നോട്ട് ബി ഹാവിങ്, അവർ ബോഡി വിൽ നോട്ട് ബി ഹാവിങ് എ പൊസിഷൻ ഓർ എ ഷേപ്പ്. ഹെൽപ്സ് ഇൻ ഹിയറിങ്. ദെൻ സ്ട്രെങ്ത് ടു ദ ബോഡി. നമ്മുടെ ദേഹത്തിന് ആരോഗ്യം തരുന്നത് തന്നെ എന്താണ്? സ്കെൽട്ടൺ. ഈ സ്കെൽട്ടനിൽ കവർ ചെയ്തിട്ടാണ് ആ മസിൽസ് ഒക്കെ ഉള്ളത് അല്ലെ. വേരിയസ് ഡാമേജ് ആൻഡ് ഡിസീസസ് അഫക്ട് അവർ ബോൺസ് ആൻഡ് മസിൽസ്. You have to prepare the notes about this. Rheumatic artery. These are the diseases caused in the bones. Rheumatic arthritis caused by infection in joints, injuries, degenerative changes due to old age, damage due to cartilage. Cartilage നമ്മൾ എന്താ പറഞ്ഞ? It reduces the friction between the bones. അപ്പോൾ അതിലുള്ള എന്തെങ്കിലും മാറ്റം അല്ലേ? During the old age we can see the people having a pain in the joints. Why? Due to the കാർട്ടിലേജ് ഡിസ്ഫങ്ഷൻ അല്ലെ. കാർട്ടിലേജിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു മാറ്റമാണ് എന്ത്? ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്ത് ബോണുകൾ തമ്മിൽ ഉരസിയിട്ട് അവിടെ പെയിൻ ക്രിയേറ്റ് ചെയ്യാം. പിന്നെന്താ? റൊമാറ്റിക് ആർട്രിറ്റിസ് അതെങ്ങനെ കോസ് ചെയ്യാം? ഇൻഫെക്ഷൻ, എന്തെങ്കിലും അസുഖം വരുമ്പോഴും ഇൻ ജോയിന്റ്സിൽ, പിന്നെ ഇഞ്ചുറീസ് അല്ലെ, മുറിവുണ്ടാവുക. Degenerative changes due to, that is when we are approaching the old age also we can see the people suffering from this disease. Severe pain incapable of moving joints. അതായത് ജോയിന്റ്സ് മൂവ് ചെയ്യാൻ തന്നെ നല്ലോണം പെയിൻ അനുഭവപ്പെടുക. ഡിസ്ലൊക്കേഷൻ, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബോൺസ് ഇൻ ജോയിന്റ്സ്, ഡാമേജ് ടു ലിഗമെന്റ്സ് അല്ലെ. ജോയിന്റ്സിലുള്ള ബോൺസ് തമ്മിൽ എന്തെങ്കിലും എന്ത് സംഭവിക്കുക? മാറുക, സ്ഥാനം മാറുക. പിന്നെ damage to ligaments. Ligaments, as we have already told that it ensures that bones are not displaced and holds them in position. അപ്പൊ ligaments ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യണത്? ബോൺസിനെ അവരുടെ പൊസിഷനിൽ നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണതാണ് എന്ത്? ligaments. അപ്പൊ അതിലുള്ള എന്തെങ്കിലും ഒരു ഡിസ്ലൊക്കേഷൻ, എന്തെങ്കിലും ഒരു മാറ്റം വരുമ്പോഴാണ് എന്ത്? we cause pain. Severe pain, edema and difficulty in movements. അതിൽ നല്ല വേദന, പിന്നെന്താ നീര്, അതൊക്കെ വരുന്ന സമയത്താണ് ഈ മൂവ്മെന്റ്സിന് നല്ലോണം പ്രയാസം അനുഭവിക്കുക. സ്പ്രെയിൻ, ദ സ്ട്രെച്ചിങ് ഓഫ് ബ്രേക്കിംഗ് ഓഫ് ലിഗമെന്റ്സ്, സിവിയർ പെയിൻ ആൻഡ് ഒഡീമ. ഉളുക്കൊക്കെ ഇല്ലേ, ആ സമയത്ത് നല്ലോണം വേദന ഉണ്ടാവും ചതവൊക്കെ ഉള്ള സമയത്ത്. ബ്രേക്കിംഗ് ഓഫ് ലിഗമെന്റ്സ്, ലിഗമെന്റ്സിൽ എന്തെങ്കിലും പൊട്ടലൊക്കെ ഉള്ള ലിഗമെന്റ്സ് ഇത് കണ്ടില്ലേ,
ഇതൊക്കെയാണ് എന്ത് ജോയിൻസിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൊടുക്കുന്നതാണ് ലിഗമെന്റ്സ്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു പെയിനോ എന്തെങ്കിലും ഉൾക്കോ ചതവോ വരുമ്പോഴാണ് എന്ത് സ്പ്രെയിൻ കോസ് ചെയ്യുക. ഇതിന് സിവിയർ പെയിനും നീരും ഉണ്ടാവും. ഓസ്റ്റിയോപോറസിസ്, എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ബോൺസ് ബിക്കം ബ്രിട്ടിൽ ആൻഡ് കോസ് ഫ്രാക്ചർ. അപ്പൊ എന്താ ഓസ്റ്റിയോ, ദാറ്റ് ഈസ് ബോൺസ് എന്താണ് വീക്കായി വന്ന് എന്താവും, അത് പൊട്ടിപ്പോവും അല്ലെ, ഫ്രാക്ചർ ഉണ്ടാവും. ദിസ് മേ ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി, എന്തിന്റെ ഡെഫിഷ്യൻസി കാരണമാണ് അത് ഉണ്ടാവുന്നത്? കാൽഷ്യം, ഡിഫക്ട്സ് ഇൻ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ആൻഡ് കാൽഷ്യം വൈറ്റമിൻ ആണ് മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ബോൺസ്. അപ്പൊ അതിലെന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി ഉണ്ടാവുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഓസ്റ്റിയോപോറസിസ് ഓർ ദ ബ്രേക്കിംഗ് ഓഫ് ദ ബോൺസ് വിൽ occur. Severely affects hip bone, wrist and vertebral column. എന്തിനെയാണ് അഫക്ട് ചെയ്യുക? ഹിപ്പ്, ഇടുപ്പെല്ല് അല്ലെ, wrist, പിന്നെ vertebral column, നട്ടലിനെ തന്നെ ക്ഷതം ഉണ്ടാക്കുന്നതാണ് osteoporosis. Muscular dystrophy, the condition that lead to the degeneration of muscle due to various reasons. അപ്പം മസിൽസ് ബിക്കം വീക്ക്, ജനറലി അഫക്ട് ബോയ്സ്. മസിൽസ് ഒക്കെ വീക്ക് ആവണ സമയത്താണ് എന്ത് ഈ മസ്കുലർ ഡിസ്ട്രോഫി ഉണ്ടാവുക. Skeleton outside the muscles. In all vertebrates, skeleton is seen inside the muscles. അല്ലെ, നമ്മളുടെയൊക്കെ എന്താണ് വെർട്ടിബ്രേറ്റ്സില്, നട്ടലുള്ള ജീവികളിൽ എന്താണ് ഈ വെർട്ടിബ്രേറ്റ്സ് ഇൻസൈഡ് ആണ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുക, എൻഡോസ്കെൽട്ടൻ എന്ന് പറയുക. Invertebrate possess exoskeleton even though they do not have bones inside the body. ഇൻവെർട്ടിബ്രേറ്റ് എന്തുണ്ടാവും, അവർക്ക് ഈ കവറിംഗ് ഇല്ലേ അത് പുറമേ ആവും കാണുന്നത്. ഈവൻ ദോ ദേ ഡു നോട്ട്, അത് അവർക്ക് ഈ ബോൺസ് ഇല്ലേ, എല്ലുകൾ ഉള്ളിൽ ഉണ്ടാവില്ല. ഓർഗാൻസം ദാറ്റ് ഹാവ് എൻഡോസ്കെൽട്ടൻ ഓൾസോ പോസസ് റെമനൻസ് ഓഫ് എക്സോസ്കെൽട്ടൻ. ദാറ്റ് ഈസ് ഓർഗാൻസം ഏതൊക്കെയാണ്? ഹ്യൂമൻസിന് അല്ലെ. പാർട്സ് ഓഫ് എക്സോസ്കെൽട്ടൻ ഏതൊക്കെയാ? എക്സോസ്കെൽട്ടൻ ദാറ്റ് ഈസ് ദ പാർട്സ് ഇൻക്ലൂഡ് ദ നെയിൽ ഹെയർ അല്ലെ. ഇതൊക്കെ എന്താണ്? ഇറ്റ് ഈസ് ദേ ആർ നോട്ട് ഗ്രോയിങ്, ഐ മീൻ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ സ്കെൽട്ടൻ അല്ലെ. എല്ലിന്റെ ഒരു രൂപമാറ്റമാണ് ഇതൊക്കെ. ദെൻ റെപ്റ്റൈഡ്സ്, സ്കെയിൽ, സ്നെയിൽ അല്ലെ, ചെതമ്പല്, അതൊക്കെ എന്തൊക്കെയാണ്? റെപ്റ്റൈഡ്സിൽ കാണുന്നതാണ്. ഫിഷിൽ നോക്കിയാലും എന്താണ്? സ്കെയിൽസ് കാണാം. പിന്നെ ബേർഡ്സിലാണെങ്കിലോ ഫെദേഴ്സ് നമുക്ക് കാണാൻ പറ്റും. Locomotion without skeleton. Movement is a common feature of life. There are organisms which move without skeleton അല്ലെ. മൂവ്മെന്റ് എന്താണ്? ഒരു എല്ലാ ജീവജാലങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ which move without skeleton, skeleton ഇല്ലാതെയും ചില ഓർഗാനിസംസ് മൂവ് ചെയ്യാറുണ്ട് അല്ലെ. They have special movement for special അപ്പൊ അവർക്ക് എന്താണ് മൂവ്മെന്റിന് സഹായിക്കുന്ന വേറെ ഓർഗാൻസ് അവരിലുണ്ട്. പാരമീസിയം, സീലിയ എനേബിൾ മൂവ്മെന്റ് ഓഫ് പാരമീസിയം ഇൻ വാട്ടർ. അപ്പം പാരമീസിയത്തില് വെള്ളത്തിൽ എങ്ങനെ നീന്താൻ സഹായിക്കുന്നത്? സീലിയ എന്ന് പറഞ്ഞ്, സീലിയ ഇസ് എ പാർട്ട് ദാറ്റ് ഈസ് സ്മോൾ പ്രോട്ടീൻ ഫിലമെന്റ് സീൻ ഓൺ ദ സെൽ സർഫസ്. ആ സെൽ സർഫസ്, പാരമീസിയത്തിന്റെ സെൽ സർഫസിൽ നമുക്ക് എന്ത് കാണാം? പ്രോട്ടീൻ ഫിലമെന്റ്സ്, ചെറിയ ചെറിയ പ്രോട്ടീൻ ഫിലമെന്റ്സ് കാണാം. അതാണ് എന്ത് പാരമീസിയത്തിന് വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നത്. യൂഗ്ലീന, ലോക്കോമോട്ടറി സ്ട്രക്ചർ ഓഫ് യൂഗ്ലീന ആ ഫ്ലജെല്ലം. അപ്പൊ യൂഗ്ലീനയിൽ കാണുന്നത് എന്താണ്? വുമനെ ഹെൽപ്പ് ചെയ്യണത് ഫ്ലജെല്ല ആണ് അല്ലെ. ടെയിൽ ഷേപ്പ് സ്ട്രക്ചർ. ദേ ആർ ലോങ് വിപ്പ് ലൈക്ക് പ്രോട്ടീൻ ഫിലമെന്റ്സ്. അപ്പോ പ്രോട്ടീൻ ഫിലമെന്റ് ആണ് ഇതിലെ യൂഗ്ലീനയിലുള്ള പ്രോട്ടീൻ ഫിലമെന്റ് ആണ് അതിന് മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുക. എർത്ത് വോം, there are two type of muscles in earthworm. They are circular muscles and longitudinal muscle. അപ്പം earthwormൽ എന്തൊക്കെയുണ്ട്? രണ്ട് ടൈപ്പ് മസിൽസ് ഉണ്ട് അല്ലെ, സർക്കുലർ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ. Locomotion in earthworm is affected by the rhythmic contraction relaxation of the muscles. അപ്പൊ മൂവ്മെന്റ് എങ്ങനെയാണ് earthwormൽ സഹായിക്കുക? rhythmic contraction അല്ലെ, കോൺട്രാക്ഷനും റിലാക്സേഷൻ, മസിൽസിന്റെ കോൺട്രാക്ഷൻ റിലാക്സേഷനിലൂടെയാണ് എന്ത് earthwormൽ ലോക്കോമോഷൻ പോസിബിൾ ആവുന്നത്. Apart from the muscles, tiny structure projecting out from the body. മസിൽസിനെ കൂടാതെ ചില പാർട്ടുകൾ ഉണ്ട് അല്ലെ, പ്രൊജക്ട് ചെയ്യണത് ഔട്ട്സൈഡിലേക്ക്. അതിന് എന്താ പറയാ? സെറ്റ് ഓൾസോ ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ. Locomotion and movement. Movement is the displacement occurring in any part of the body. Movement എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്കുള്ള മാറ്റം അല്ലെ. Displacement is of the entire body is called any part of the body. ഏതെങ്കിലും ഒരു പാർട്ടിൽ ഒന്ന് ചലനം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ മൂവ്മെന്റ് എന്ന് പറയും. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ എൻറ്റയർ ബോഡി തന്നെ മൂവ് ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? Displacement of the entire body is called locomotion. Okay, movement means any part of the body
Then locomotion means displacement of the entire body. What is this? Arctic tern. The Gallivan travels every year to and fro between the northern pole. ചില മൈഗ്രേറ്ററി ബേർഡ്സ് ഉണ്ടാവും അല്ലേ, ഓരോ സീസൺ വൈസ് അവർ ട്രാവൽ ചെയ്യുന്നത്, അങ്ങനെ അത് പെട്ട ഒരു ബേർഡാണ് ആർട്ടിക് ടേൺ. Monarch Butterfly, a beautifully short-lived butterfly with its life dedicated for migration. Mainly migration ഉദ്ദേശിച്ചുള്ള butterflies ആണ് ഇത് Monarch Butterfly. Even though they are having only short lifespan. Humpback Whale, a giant mammal that travels up to 5,000 kilometers for food and reproduction. അപ്പോൾ ഈ മാമൽ, ദാറ്റ് ഈസ് ദ ജൈന്റ് മാമൽ, ഇത് എത്ര ലോങ് ട്രാവൽ ചെയ്യും? 5,000 കിലോമീറ്റേഴ്സ്. എന്തിനു വേണ്ടിയിട്ട്? ആ ഫുഡും റീപ്രൊഡക്ഷനും വേണ്ടിയിട്ട് അത് ട്രാവൽ ചെയ്യാറുണ്ട്. Do plants move? Plants exhibit movements in response to various stimuli. അല്ലേ, മൂവ്മെന്റ് എങ്ങനെയൊക്കെയാണ്? ലൈറ്റ്, ഗ്രാവിറ്റി, വാട്ടർ, ടച്ച് ആൻഡ് കെമിക്കൽസ്, which causes the movement. ഇതൊക്കെയാണ് എന്ത് പ്ലാന്റ്സിലെ മൂവ്മെന്റിന് സാധ്യത വരുത്തുന്നത്. Certain chemicals produced by the ovary helps the growth of pollen tube towards the ovary. Stem grows away from water. അല്ലേ, root grows towards water. റൂട്ട് വാട്ടറിന്റെ അടുത്തേക്ക് വരുമ്പോൾ എന്താണ്? റൂട്ടിന്റെ ഡയറക്ഷൻ തന്നെ മാറും. സ്റ്റെം ഗ്രോസ് അവേ ഫ്രം വാട്ടർ, അപ്പോൾ അതിന്റെ ഡയറക്ഷൻ മാറും. അത് തന്നെയാണ് നമ്മൾ എന്താ പറയാ, വാട്ടറുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് നമ്മൾ എന്താ പറയാ, ഹൈഡ്രോട്രോപ്പിസം എന്ന് പറയാം. പ്ലാന്റ് മൂവ്മെന്റ്സ് ആണ് ഇത് പറയുന്നത്. കെമിക്കൽസിന് റെസ്പോണ്ട് ആകുമ്പോൾ കീമോട്രോപ്പിസം. പിന്നെന്താണ്? സ്റ്റെം ടുവേർഡ്സ്, അല്ലെ, ലൈറ്റ് കാണുന്ന ഡയറക്ഷനിലേക്ക് സ്റ്റെം മൂവ് ചെയ്യാണ്, അതാണ് ഫോട്ടോട്രോപ്പിസം. റൂട്ട് അവേ ഫ്രം ലൈറ്റ്, ലൈറ്റിൽ നിന്ന് മാറിയാണ് റൂട്ട് വളരുന്നത് അല്ലെ. പിന്നെ അടുത്തത് എന്താണ്? ഹാപ്റ്റോട്രോപ്പിസം. ക്ലൈംബേഴ്സ് ഗ്രോ ടുവേർഡ്സ് ആൻഡ് അറൌണ്ട് എ സപ്പോർട്ട്. ഒരു സപ്പോർട്ടിലേക്ക് നീങ്ങി പ്ലാന്റ്സ് വളരുകയാണെങ്കിൽ അതിന് ഹാപ്റ്റോട്രോപ്പിസം പറയും. പിന്നെ സ്റ്റെംസ് ഗ്രോ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി, അല്ലെ, ഗ്രോ ടുവേർഡ്സ്, മണ്ണിലേക്ക് അരിച്ചിറങ്ങുന്നതിനെയാണ് ജിയോട്രോപ്പിസം. അതായത് എർത്തിലേക്ക് ഊന്നി വലിച്ച് ഇറങ്ങുന്നതിനെയാണ് ജിയോട്രോപ്പിസം എന്ന് പറയുക. ലൈറ്റ്, സ്റ്റെം, റൂട്ട് അഗെയിൻസ്റ്റ് ഡയറക്ഷൻ ഓഫ്, അല്ലെ. അപ്പൊ ഇതിൽ നമ്മൾ പലതരം ട്രോപ്പിസത്തിനെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെയാ? ലൈറ്റുമായിട്ട് ഉദ്ദേശിച്ചത് എന്താ? ഫോട്ടോ മീൻസ് ലൈറ്റ്. അപ്പൊ ഫോട്ടോട്രോപ്പിസത്തില് സ്റ്റെം എന്താ നമ്മൾ പറഞ്ഞ? ഇറ്റ് ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ സ്റ്റിമുലസ്. ഇതൊരു റൂട്ട് അഗെയിൻസ്റ്റ് ആണ് അല്ലെ, ഡയറക്ഷൻ ഓഫ് ദ സ്റ്റിമുലസ്. ഇതാണെങ്കിൽ സ്റ്റെം ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ സ്റ്റിമുലസ്. ജിയോട്രോപ്പിസം, ജിയോ എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി, ടുവേർഡ്സ് ഗ്രാവിറ്റി. That is root towards the direction of the stimulus, stem against the direction of the stimulus. Water പറയുന്നത് ഹൈഡ്രോട്രോപ്പിസം. ഹൈഡ്രോട്രോപ്പിസം സ്റ്റെം ആണെങ്കിലോ against the direction of stimulus, അല്ലെ. വാട്ടർ എപ്പോഴും റൂട്ടിലേക്കാണ് അട്രാക്ട് ചെയ്യുക, അപ്പൊ towards the direction of the stimulus. Hapto, touch, stem towards and around the object that causes the stimulus. Chemo ആണെങ്കിൽ presence of chemicals, pollen tube towards the direction for the chemical, അല്ലെ. കെമിക്കൽ എവിടെയാണോ പ്രസന്റ് അതിന്റെ ഡയറക്ഷനിലേക്കാവും അതിന്റെ വളർച്ച. If the direction of the plant movements in accordance with the direction of the stimulus is called tropic movement. അതായത് പ്ലാന്റ് മൂവ്മെന്റ് ട്രോപ്പിക് മൂവ്മെന്റിന്റെ അടുത്തേക്കാണെങ്കിൽ അതിനെ നമ്മൾ ട്രോപ്പിക് മൂവ്മെന്റ് എന്ന് പറയും അല്ലെ. യു ആർ വെരി ഫെമിലിയർ വിത്ത് മിമോസ, ടച്ച് മീ നോട്ട്, തൊട്ടാവാടി, അല്ലെ. Is there any relation between the stimulus and the direction of movement in mimosa? If the direction of the plant movement it is not accordance, it is called a nastic movement. Collect more examples of nastic movement from the surroundings. We have studied different type of movement in human body. Combined action of the skeleton and muscular system help to maintain the beautiful. അപ്പോൾ ഈ സ്കെൽട്ടനും മസ്കുലർ സിസ്റ്റത്തിന്റെയും കോമ്പിനേഷനിലാണ് നമുക്ക് ബോഡിയിലെ മൂവ്മെന്റിനെ സഹായിക്കുന്നത്. That's all we learn in this chapter. If you are interested, please do like, share and subscribe my channel. Okay, thank you.